skin takes me back to the time met you on a Friday, halfway out at the door of the club, playing soul on the weekends, stayed in bed till Wednesday, fell in love with you. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പം നമുക്കിവിടെ കുറച്ചൊന്ന് ടൈറ്റ് ആവുന്ന പോലെ തോന്നും ഹണിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ. അപ്പം നമ്മൾ ഒന്ന് വാഷ് ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എന്നെ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരൂ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ആൻറ്റി ഏജിങ് ഗ്രീൻ ടീ ഫേസ് മാസ്ക് ആണ്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കാണിക്കാം, എങ്ങനെ അത് എടുക്കുന്നതെന്നുള്ളത്. ഞാനിവിടെ എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കേർഡാണ്. അതിനുശേഷം ഞാൻ ലിംറ്റൻ്റെ ഒരു ഗ്രീൻ ടീ പാക്കാണ് എടുക്കുന്നത്. അത് പൊടിച്ചിട്ട് വേണം ഇടാനായിട്ട്, ഡയറക്റ്റ് ഇടരുത്. നന്നായിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ പൗഡറാണ് നമ്മൾ ഇടേണ്ടത്. അത് ഒരു ടീ ബാഗ് ഇടണം. അതിനുശേഷം ഞാൻ കുറച്ച് ഹണി ഒഴിക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് കട്ടിയുള്ള കേർഡ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഗ്രീൻ ടീയും കേർഡും ഹണിയുമാണ് ഈ ഒരു ഫേസ് മാസ്കിന് വേണ്ടി വേണ്ടത്. സോ ഗ്രീൻ ടീയിൽ നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഡൾ സ്കിന്നിനെ നമുക്ക് ഒരു ഹെൽത്തി സ്കിന്നാക്കി വെക്കാൻ പറ്റും. അതുപോലെ ഗ്രീൻ ടീയിൽ പോളിഫിനൽസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിൻ്റെ ഒരു റെഡ്നെസ്, ഒരു ഇറിറ്റേഷൻസ്, ഇതൊക്കെ നമുക്ക് മാറ്റി കിട്ടും. അപ്പം നമുക്ക് നാച്ചുറലായിട്ടുള്ള ഗ്രീൻ ടീയുടെ ലീവ്സ് കിട്ടാൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്ന ഗ്രീൻ ടീ യൂസ് ചെയ്താൽ മതി. സോ നമുക്ക് ഏജിങ്ങിൽ നിന്ന് നമ്മളുടെ സ്കിന്നിനെ കൺട്രോൾ ചെയ്യാനായിട്ടും അതുപോലെ സ്കിന്നിനെ നന്നായിട്ട് പമ്പ് ചെയ്യാനായിട്ടും ഒരു ഹെൽത്തി സ്കിന്നാക്കി വെക്കാനും നമുക്ക് ഗ്രീൻ ടീ വളരെ യൂസ്ഫുൾ ആണ്. ഈ ഒരു ഗ്രീൻ ടീയിൽ വിറ്റാമിൻ B2 ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിനെ നമുക്ക് ഒരു യൂത്ത് സ്കിന്നായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഗ്രീൻ ടീ. അതുപോലെ തന്നെ നമ്മളിതിനകത്ത് മിക്സ് ചെയ്യുന്നത് കേർഡാണ്. സോ കേർഡ് നമ്മളുടെ സ്കിന്നിലെ ബാക്ടീരിയാസ് അതുപോലെ തന്നെ ഡേർട്ട് ഒരു നല്ലൊരു മോയ്സ്ചറൈസ് തരാനായിട്ട് നമ്മളെ കേർഡ് ഹെൽപ്പ് ചെയ്യും. സോ നെക്സ്റ്റ് ഹണിയാണ്. സോ ഹണിയും നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്യും നമ്മളുടെ സ്കിന്നിനെ യൂത്താക്കി വെക്കാനായിട്ടും സ്കിന്നിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ വ്രിങ്കിൾസ് ഒക്കെ മാറ്റാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. ഹണിയിലും ആൻറ്റി ഓക്സിഡൻറ്റും അതുപോലെ തന്നെ ന്യൂട്രിയൻസും അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിനെ ഏജിങ്ങിൽ നിന്നും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ നമ്മളുടെ സ്കിന്നിൻ്റെ ഒരു അപ്പിയറൻസ് തന്നെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു പാക്ക് നമുക്ക് ഏജിങ് ആവാതിരിക്കാനായിട്ട്, സോ 25 അല്ലെങ്കിൽ 23 എബോ ഉള്ളവർ ഇത് നമുക്ക് ഈ പാക്ക് ഇടാം. പാക്ക് ഇടുമ്പോൾ നമ്മൾ വീക്ക്ലി വൺസ് ഈ ഒരു പാക്ക് ഇടുക. അതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാക്ക് എടുക്കുക. ഗ്രീൻ ടീ പൊടിച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഗ്രീൻ ടീ നമ്മൾ വാങ്ങിക്കുന്ന ഗ്രീൻ ടീ പൊടിച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കേർഡും ഹണിയും ആയതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് കൺസിസ്റ്റൻസിയാണ്. തിക്ക് ഹണി എടുക്കുവാണെങ്കിൽ നമുക്ക് വളരെ നല്ലതായിരിക്കും. സോ തിക്ക് ഹണിയാണെങ്കിൽ നമുക്ക് ഒരു 20 മിനിറ്റ്സ് ടു 30 മിനിറ്റ്സ് ആണ് ഇരിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കോൾഡ് വാട്ടറിൽ. അപ്പം നമുക്കൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം. 20 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പം നമുക്കിവിടെ കുറച്ചൊന്ന് ടൈറ്റ് ആവുന്ന പോലെ തോന്നും ഹണിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ. അപ്പം നമ്മൾ ഒന്ന് വാഷ് ചെയ്യണം, ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ വാഷ് ചെയ്യാൻ പോകാഞ്ഞത്. ജസ്റ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് നമ്മളുടെ സ്കിന്നിലേക്ക് ഇറങ്ങണം. സോ ഒരു 2 മിനിറ്റ്സ് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല സ്മെല്ലായിരിക്കും. ഗ്രീൻ ടീയുടെ ഒക്കെ ഒരു നല്ല സ്മെല്ല് നമുക്ക് കിട്ടും. ആ ഒരു സ്ക്രബായിട്ട് നമുക്ക് വർക്ക് ചെയ്യും. ലാസ്റ്റ് നമുക്കത് വാഷ് ചെയ്ത് കളയുമ്പോൾ
ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് നമ്മളുടെ ഫേസിലെ ഡേർട്ടൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പം ഇത് ഒരു വീക്ക്ലി വൺസൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റി ഏജിങ്ങിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു മാസ്ക് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എപ്പോഴത്തെയും പോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഫാമിലിയിൽ വരുന്നതെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടൂ. അപ്പം ഇനിയും നല്ല വീഡിയോസുമായി കാണും വരെ ബൈ, ടേക്ക് കെയർ.